അപ്പോൾ ഇന്ന് അശ്വതി വിശ്വനാഥനാണ് കാലാവസ്ഥ വിശേഷങ്ങൾ പറയാൻ എനിക്കിപ്പം ഉള്ളത്. അശ്വതി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ? മഴയുണ്ടോ, വെയിലാണോ, ചൂട് കൂടുതലാണോ, കുറവാണോ? എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്? ചെയ്തു ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് മുന്നറിയിപ്പെന്ന് പരിശോധിക്കേണ്ട സമയമാണ്. അപ്പോൾ അതേപോലെ നമുക്ക് നോക്കാം. ഇന്ന് നിലവിൽ അതിശക്തമായ തീവ്രമായ മഴയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയൊന്നും നിലവിൽ കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഇനി ഈ മഴയ്ക്കൊക്കെ ഒരു കാരണമുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്കൈ വാച്ചിൽ പറഞ്ഞതാണ് ഈ ന്യൂനമർദ്ദത്തിൻ്റെ കാര്യം അല്ലേ. ഈ കന്യാകുമാരി കടലിനും സമീപത്തുമായിട്ട് തുടരുന്ന ഈ ചക്രവാത ചുഴി ശ്രീലങ്ക, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് ഒരു തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള മഴയ്ക്കുള്ള കാരണം പ്രത്യേകിച്ച് ഈ ന്യൂനമർദ്ദമാണ്. ഇനിയിപ്പോൾ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല അടിപൊളി മഴയാണ്. ഇന്നലെ ആതിര സരസ്വതി സ്കൈ വാച്ചിൽ പറയുകയുണ്ടായി മലാക്ക ന്യൂനമർദ്ദം ഇന്തോനേഷ്യയിൽ. അതുപോലെ തന്നെ ഈ ശ്രീലങ്ക ന്യൂനമർദ്ദവും കന്യാകുമാരി ന്യൂനമർദ്ദവും ഒക്കെ ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ്. ഈ ശ്രീലങ്ക ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായിട്ട് മാറും. ഈ ചുഴലിക്കാറ്റിന് ഒരു പേരുണ്ട്, സെൻയാർ എന്നാണ് ആ പേരിട്ടിരിക്കുന്നത്. ചെന്നൈക്ക് സമീപം കര കയറാൻ സാധ്യതയുണ്ട് ഈ ചുഴലിക്കാറ്റെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഈ കുറച്ച് ദിവസം നല്ല കനത്ത മഴ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കന്യാകുമാരി ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റൊക്കെ തന്നെയാണ് കേരളത്തിൽ ഇനിയുള്ള അടുത്ത 5 ദിവസത്തേക്കുള്ള ശക്തമായ മഴയ്ക്കുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ മഴയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ ഇതൊക്കെയാണ്. അതേസമയം സംസ്ഥാനത്ത് എങ്ങനെയാണ് ചൂടിൻ്റെ തോതെന്ന് പരിശോധിക്കാം. നിലവിൽ മഴയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചൂട് കുറവാണ്. എന്നാലും ഏതൊക്കെ ജില്ലകളിലാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ 32-ഉം കോഴിക്കോട് 31 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചൂടിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ സംസ്ഥാനത്തെ മഴയുടെ അവസ്ഥ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ വീണ്ടും കാലാവസ്ഥ വിവരങ്ങളുമായി സ്കൈ വാച്ചിൽ കാണാം. ചെയ്തു.